ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിസ്ന എന്നാണ്. ഞാൻ കറൻ്റ്ലി ജർമ്മനിയിൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് ഇയർ പഠിക്കുന്നു ആൻഡ് 21 ആണ് എൻ്റെ വയസ്സ്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഈ 21 വയസ്സിൽ ഞാൻ അല്ലെങ്കിൽ 21 വയസ്സുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം എന്താണെന്ന് ശരിക്കും പഠിച്ചു. എന്താണ് ജീവിതം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പം എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ ടൈമും ഒന്നും കിട്ടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്താണെന്ന് പഠിച്ചു. ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ നമുക്ക് കിടക്കുന്നത് വരെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കേട്ടോ. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും. പലർക്കും സെയിം റുട്ടീൻ തന്നെ ആയിരിക്കും അടുപ്പിച്ച് വരുന്നത്. ഇപ്പം എൻ്റെ കേസിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ സെയിം റുട്ടീൻ തന്നെയാണ് അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സെയിം റുട്ടീൻ തന്നെയാണെങ്കിലും ഐ ആം ഹാപ്പി. കാരണം എനിക്ക് വേണ്ടതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബെഡ് നമ്മൾ വിരിച്ചിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ എപ്പോൾ ആണെങ്കിലും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ ബെഡ് വിരിച്ചിടാറുണ്ട്. അതുപോലെ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് എൻ്റെ നൈറ്റ് ഡ്രസ്സ് മാറ്റി റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ഡീൻസ് ക്ലൈഡിങ്, അതായത് ജോലിക്ക് പോകാനുള്ള ഡ്രസ്സാണെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇടാനുള്ള ഡ്രസ്സാണെങ്കിൽ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് മാത്രമായിരിക്കും എൻ്റെ റൂം വിട്ട് ഞാൻ വെളിയിൽ പോകുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുടിച്ചത് ഞാനൊരു മിനറൽ വാട്ടറാണ്. മിനറൽ വാട്ടറല്ല, വിറ്റാമിൻ വാട്ടറാണ്. ലൈക്ക് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇങ്ങനെ ടാബ്ലറ്റ്സ് കിട്ടുമല്ലോ, അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ പോകുന്നത്. പിന്നെ ഒന്ന് ജിമ്മിൽ പോകണം എന്നൊക്കെ ഓർത്ത് ഞാനിന്ന് ജിമ്മിലേക്ക് വേണ്ട ഒരു ഉടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ആംബുലാൻഡ് ആൻഡ് ഫ്ലിഗഡീൻസിൽ വർക്ക് ചെയ്യുന്നു. എന്താ പറയുക, വലിയ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും പോയല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ ആൾക്കാരുടെ വീട് കയറി നടക്കണം, പണിയൊന്നുമില്ല. പക്ഷേ എനിക്ക് പോലും എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചുമ്മാ കുറേ നേരം ഇരിക്കണം, കുളീഗിൻ്റെ കൂടെ ആയിരിക്കും. തന്നെയാണെങ്കിൽ നല്ലതായിരുന്നു, കാറൊക്കെ ഓടിച്ച് പാട്ടൊക്കെ ഇട്ട് പോകുമായിരുന്നു. ഇതിപ്പം കുളീഗിനോടിരിക്കും, നമുക്ക് പാട്ടിടാൻ പറ്റില്ല, പാട്ട് കേൾക്കാൻ പറ്റില്ല, കാറിൽ പോകുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം രാവിലെ ഞാൻ എണീറ്റ് എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ പലപ്പോഴും. കാരണം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ പോക്കാം. എനിക്ക് വേണ്ടി കുറച്ച് നേരം ഞാൻ ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മടുപ്പാണോ, ബോഡിക്ക് വേദനയാണോ, ലൈക്ക് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി ഇതുള്ളൂ. കാരണം ഒരു 18 വയസ്സ് വരെ എങ്ങനെയായിരുന്നു, സുഖമുള്ള ലൈഫായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല, ഉമ്മച്ചിയാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബെഡിൽ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അപ്പുറം നിൽക്കുന്ന ഉമ്മച്ചി ഇപ്പുറം എനിക്ക് വെള്ളം കൊണ്ട് തരുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണം, ഇപ്പോൾ തല കറങ്ങി കിടക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഞാൻ നന്നായിട്ടൊരു മോട്ടിവേഷനും അതിൻ്റെ അകത്ത് ഉണ്ട്. എങ്കിൽ പോലും ഒരു കാര്യപ്രാപ്തിയായ ഒരു ജീവിതമായിട്ടോ അതിൽ മാറ്റങ്ങൾ എനിക്ക് കാണാറുണ്ട്. കാരണം പണ്ടത്തെ പോലെ അല്ല, കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് പണ്ട് ഞാൻ കുറച്ചുകൂടി ഗേളി ആയിട്ട് നടന്നത് ഇപ്പോൾ എന്തോ ഭയങ്കര വുമൺ ആണെന്നുള്ളൊരു ഇതിലേക്ക് എനിക്ക് സെൽഫായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും. ലൈക്ക് എനിക്കതിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും ചില സമയത്ത് എനിക്കൊരു വിഷമം വരും. അയ്യോ, എനിക്ക് പണ്ടത്തെ ആവുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ആ ഒരു ടൈം എനിക്ക് എന്താ അടിപൊളിയായിരുന്നു എന്ന് ചിലപ്പോൾ ഓർക്കും കേട്ടോ. കാരണം ഒത്തിരി നമ്മൾ മടുക്കും ഗൈസ്. ഇവിടെ കിടന്ന് നമ്മൾ ജോലി എടുത്ത് ഒത്തിരി മടുത്ത് കഴിയുമ്പോഴത്തേക്കും, കാരണം ഒത്തിരി ആയില്ലല്ലോ, നമുക്ക് ഒത്തിരി മടുപ്പ് വരും. പക്ഷേ ഒരു സൈഡിൽ നിന്ന് എന്തുകൊണ്ടും ഇത് തന്നെയാണ് എനിക്ക് മെച്ചൊന്നും പലപ്പോഴും തോന്നാറുണ്ട്. മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരുമ്പോൾ പല പൊട്ട ചിന്തകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കയറി വരും. അത് പിന്നെ നമ്മൾ ആ ഒരു വഴിക്കും വിട്ട് കളയുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുക, കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് എന്നും പരിപാടിയായിട്ട് വരുന്നത്. ഹായ് ഗൈസ്, സോ ഇതാ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ അല്ല. യെസ്, അപ്പം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ജിമ്മിൽ പോകണം. ഞാനിപ്പോൾ ലാംഗ്വേജ് ഓഫ് കെയറിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ എനിക്ക് ഒറ്റയടിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ളൊരു കഴിവായിട്ടില്ല. കാരണം ക്ലാസ്സും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടുപോകും. അത് കഴിഞ്ഞ് വീട്ടിൽ വിളിക്കണം, അപ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോസിനകത്ത് എനിക്ക് ഒന്നും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങും. പിന്നെ അത് വേറെ ഒരു ചേഞ്ചും വരുന്നില്ല, സെയിം റുട്ടീൻ തന്നെയാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് സൺഡേ ആണ്, പിന്നെ എനിക്ക് സ്പെഡിൻസ്റ്റാണ് ഏകദേശം പോകാറായി. ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ കിട്ടിയിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇനി സ്പെയ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഇത് ബാക്കി കണ്ടിന്യൂഷനായിട്ട് കൊടുക്കാമെന്ന് ആലോചിച്ച്. കാരണം വീഡിയോ ഇപ്പോൾ ഇടാറില്ല, ഞാൻ വീഡിയോ ഇടുന്നത് കുറഞ്ഞു. ടൈമില്ല എടുക്കാനായിട്ട്, ഒട്ടും ടൈമില്ല. നല്ല സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൂടെ കുത്തിത്തിരികെ ഒരു ഇതാണ്. അപ്പോൾ
ഇങ്ങനെയൊക്കെ നിലവിൽ പോകും. ആമ്പുലാൻ്റെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ബാക്കി എന്നുള്ളത്. കാരണം ക്ലാസ്സും ഇതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക്. വീഡിയോ എടുക്കണം, വീട്ടിൽ വിളിക്കണം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നടത്തണം, ഫുഡ് ഉണ്ടാക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാം കൂടെ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളുടെ Q&A സെക്ഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിനി വരുന്ന വീക്കെൻഡ് അവധിയാണ്. അന്നേരത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങളും ദിവസങ്ങളും ഒക്കെ പോകുന്നത്. ആൻഡ് ഇതും ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കിതിൻ്റെ എന്താണെന്നും ബാക്കി ഒന്നും എടുക്കാൻ പറ്റില്ല എൻ്റെ എൻഡിങ്ങിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഈവനിങ് ഷിഫ്റ്റിൻ്റെ കുറച്ചൊരു ഇതോടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എനിക്ക് ഇന്ന് സ്പെയ്ഡ് ഡീൻസ്റ്റാണ്. സ്പെയ്ഡ് ഡീൻസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് 4 മണിക്ക് തുടങ്ങും. 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് 9 മണി വരെയാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവേ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ആരെയും വാഷ് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ പോയി ഓരോ വീടുകളിൽ പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്പെയ്ഡീൻസിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും കുറേ മരുന്നെടുത്ത് കൊടുക്കാനുള്ള പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ളവരുണ്ടാവും. ചിലർക്ക് നമ്മൾ ഇപ്പം ബെഡിലായിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ചെറിയൊരു ഫ്ലീക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം, ഡയപ്പർ മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ PK ഫെബാനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നറും കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ. ഞാൻ തന്നെയല്ല, എൻ്റെ കുളിക ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരോടെ ആയിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ എനിക്ക് വീട്ടിൽ വരാം. പിന്നെ ഇൻസുലിൻ കുത്തിവെക്കാനുണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷേ ട്രാവലാണ് അധികം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ഇവിടെ ആയിരിക്കും. പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരേണ്ടി വരും. ഓരോ പേഷ്യൻസിന് അവരുടെ വിഷുണ്ട്, അല്ലെങ്കിൽ വിഷുണ്ട്, ഇന്ന ടൈമിൽ നമ്മൾ ചെല്ലണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് 5 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 5 പേർക്കും പല വിഷായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പിന്നെയും തിരിച്ച് വരും. അതുകൊണ്ടാണ് ഇത്ര ലാഗ് വരുന്നത്. അല്ലെങ്കിൽ ബേസിക്കലി ഒത്തിരി പണിയുമില്ല, ടൈം കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതും ഇതിൻ്റെ ഒരു കിടപ്പ് വശവും. ആൻഡ് അതൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ കൊളീഗിനെ എന്നെ വിളിക്കും. ആൾ കാറുമായിട്ട് താഴെ വരും. അന്നേരം എനിക്കിനി ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കണതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനും നോക്കാം, ഇടാനും നോക്കാം. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ ചെയ്യാത്തത്. അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Don't play with it, don't be the size. Still not understand.